ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ മാർച്ച് 2025 സെവൻത്ത് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 364 ഫ്രം XY പ്ലെയിൻ. അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് 07 -10 16 -6 ആൻഡ് 49 -6 ആർ ദ വെർട്ടിസസ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ടാണ്. 364 ഫ്രം XY പ്ലെയിൻ. അപ്പോൾ XY പ്ലെയിനിലുള്ള ഒരു പോയിന്റ് നമുക്കറിയാമല്ലോ, അത് അവിടെ എങ്ങനെ ഉണ്ടാവുക? Z കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിൽ എന്താണ് 364 എന്ന് പറയുന്ന പോയിന്റ് XY പ്ലെയിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം XY പ്ലെയിനിലുള്ള പോയിന്റ് എങ്ങനെയായിരിക്കും? 3, 6, Z കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഏതൊക്കെ ഡിസ്റ്റൻസാണ് കാണേണ്ടത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 364 ആൻഡ് 360. അപ്പോൾ നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് 3 - 3 ഹോൾ സ്ക്വയർ പ്ലസ് ഏതാണ് 6 - 6 ഹോൾ സ്ക്വയർ പ്ലസ് 0 - 4 ദ ഹോൾ സ്ക്വയർ. ആദ്യത്തെ രണ്ടും എന്തായി പോകും? 0 ആയിട്ട് പോകും. മൂന്നാമത്തെ അപ്പോൾ 0 + 0 പ്ലസ് -4 ഹോൾ സ്ക്വയർ 16 is equal to √16 is equal to 4. അപ്പോൾ ഇവിടെ എന്ത് ശ്രദ്ധിച്ചാൽ മതി? എനി പോയിന്റ് ഇൻ ദ XY പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x, y, 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് നോക്കിയാൽ മതി? Z കോർഡിനേറ്റ് എടുത്ത് എഴുതിയാൽ മതി. മനസ്സിലായോ? ആൻസർ എന്തായിരിക്കും? Z കോർഡിനേറ്റ് എടുത്ത് എഴുതുക. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് പറയാം ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 364 ഫ്രം XZ പ്ലെയിൻ. അതെന്തായിരിക്കും വരുന്നത്? XZ പ്ലെയിന്, അതായത് y കോർഡിനേറ്റ് എടുത്ത് എഴുതിയാൽ മതി. അതേതാണ് 6. അപ്പോൾ ഫ്രം YZ പ്ലെയിൻ എന്തായിരിക്കും? 3. ഓക്കെ. അപ്പോൾ ആൻസർ ഏത് ചോദിച്ചു കഴിഞ്ഞാലും എങ്ങനെ എഴുതേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ 3 പോയിന്റും വെർട്ടിസസ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണത്തിൻ്റെ അതായത് വെർട്ടിസസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്കതിൽ വാല്യൂ കൊടുക്കണം. ഇത് A, ഇത് B, ഇത് C എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ABC എന്ന് കൊടുത്തു. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? ഡിസ്റ്റൻസ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ഫോർമുല അറിയാലോ. ഡിസ്റ്റൻസ് ഫോർമുല = നേരത്തെ യൂസ് ചെയ്തതാണ് ഡിസ്റ്റൻസ് ഫോർമുല. റൂട്ട് ഓഫ് x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 ഹോൾ സ്ക്വയർ. അപ്പോൾ AB ആദ്യം ABയുടെ വാല്യൂ ആണ്. അപ്പോൾ ഏതാണിത്? x1 y1 z1 x2 y2 z2. അപ്പം AB എന്ന് പറഞ്ഞാൽ എന്താ വരും? റൂട്ട് ഓഫ് 1 - 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് 6 - 7 ദ ഹോൾ സ്ക്വയർ പ്ലസ് -6 -10 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ വരിക? റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് -1 ഹോൾ സ്ക്വയർ പ്ലസ് -6 + 10 ദാറ്റ് മീൻസ് +4 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 + 1 + 16 എന്ന് വരും. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? റൂട്ട് 18 എന്ന് വന്നു. ഓക്കെ. നെക്സ്റ്റ് BC എടുക്കുക. BC ആകുമ്പോൾ ഏതാ? ഇത് x1 y1 z1, ഇത് x2 y2 z2. അപ്പോൾ റൂട്ട് ഓഫ് 4 - 1 ദ ഹോൾ സ്ക്വയർ 4 - 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് ഏതാ വരിക? 9 - 6 ദ ഹോൾ സ്ക്വയർ. നെക്സ്റ്റ് എന്ത് വരും? പ്ലസ് -6 ദെൻ ഇവിടെ മൈനസ് എന്ന് വരും. -6 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ. അപ്പോൾ 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയറിൻ്റെ വാല്യൂ റൂട്ട് ഓഫ് 9 + 9 ഇസ് ഈക്വൽ ടു റൂട്ട് 18 എന്ന് വന്നു. നെക്സ്റ്റ് AC എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. AC എന്നുള്ള ഡിസ്റ്റൻസ് എന്താ വരിക? റൂട്ട് ഓഫ് 4 - 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് ഏതാണ്? 9 - 7 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഏതാണ്? -6 -10 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ 4 - 0 മീൻസ് 4 സ്ക്വയർ പ്ലസ് 9 - 7ൻ്റെ വാല്യൂ 2 സ്ക്വയർ പ്ലസ് ഇവിടെ -6 + 10 ആണ്. അപ്പോൾ 10 - 6 4 ആണ്. അപ്പോൾ 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്? റൂട്ട് ഓഫ് 16 + 4 + 16. അപ്പോൾ അതിൻ്റെ ആൻസർ 36 എന്ന് വരും. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് 36. അപ്പോൾ ഇതിൽ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ABയുടെ വാല്യൂ ഇസ് ഈക്വൽ ടു BC എന്ന് വന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടിയും പ്രൂവ് ചെയ്യണം. AB² + BC² ഇസ് ഈക്വൽ ടു
റൂട്ട് 18 ഹോൾ സ്ക്വയർ പ്ലസ് റൂട്ട് 18 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 18 പ്ലസ് 18 ഇസ് ഈക്വൽ ടു 36. അതായത് ഇത് AC സ്ക്വയറാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതെന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ് ആദ്യം. അത് കൂടാതെ എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും കൂടിയിട്ടാണ്. അപ്പോൾ എന്ത് പറയുക? ABC ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ.